നമസ്കാരം. അപ്പം ഇന്നൊരു ഞായറാഴ്ചയാണ്. ഞാൻ ജിൽസിയും തേരാപ്പാര 1-ാം നമ്പർ വേദിയിലൂടെ നടക്കുകയാണ്. അപ്പൊ ഇന്ന് എന്തൊക്കെയാണ് ജിൽസി നമ്മുടെ ഇന്നത്തെ ഈ 1-ാം വേദിയിൽ എന്തൊക്കെയാണ്? തേരാപ്പാരയല്ലേ, അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ണിലുടക്കാതിരിക്കില്ല. നമുക്കൊന്ന് തേരാപ്പാര നടന്നു നോക്കാം. എന്തായാലും സ്റ്റേഡിയത്തിന്റെ കവാടം കടന്നെത്തുമ്പോൾ ഇന്ന് ഈ ഞായറാഴ്ച നമ്മളെ സ്വാഗതം ചെയ്യുന്ന ചെളിയാണ്. വേറെ ഒന്നുമല്ല, ഇന്നലെ രാത്രി കനത്ത മഴയായിരുന്നു. അതിനിടയിൽ നമുക്ക് അതെന്താണെന്ന് അറിയാം ജിൽസിക്ക്? ഇതല്ലേ ഏടാകൂടം അല്ലേ ഇത്? ഏടാകൂടം ചേട്ടാ, ഇത് ഏടാകൂടം. എന്താണ് ഇത്? എങ്ങനെയാണ് ഇതിന്റെ ഒരു ട്രിക്ക്? എന്താ? അത് മരത്തിലാണ്, പ്ലാസ്റ്റിക്കിന്റെ റുബിക്സ് ക്യൂബിന് പകരമുള്ളതാണ് ഈ സാധനം. പക്ഷെ ഇത് പഴയ കാലത്തുള്ള സാധനമാണ് ഈ ഏടാകൂടം. ഇത് എങ്ങനെയാ ഏടാകൂടം എന്താ പറയാൻ കാരണം? അത് അറിയില്ലേ, കംപ്ലീറ്റ് ഏടാകൂടം ഇരിക്കുക. അഴിച്ചിട്ട് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല. ഒന്ന് കാണിച്ചു തരാമോ? ഏതെങ്കിലും അഴിച്ചു കഴിഞ്ഞാൽ സെറ്റ് ചെയ്യാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞാൽ നമ്മളത് അഴിച്ചു കൊടുത്താൽ അത് സ്വയം പഠിക്കാനുള്ളതാണ്. അതെ, അപ്പൊ നമ്മൾ വാങ്ങിച്ചു കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് പഠിയില്ല. സ്വയം മക്കളൊക്കെ ആരെങ്കിലും വാങ്ങിച്ചിട്ട് അവർക്ക് പഠിക്കണം എന്നുള്ള അഭിപ്രായം വാങ്ങിക്കാം, പഠിക്കാം. അതിന്റെ ടെക്നിക്ക് കുറഞ്ഞു. ഇത് വാങ്ങിച്ച ഏടാകൂടം ആകുന്നുള്ള കാര്യം ഉറപ്പാണ്. കാര്യം നോക്കിയാൽ ഇത് അങ്ങനെ എളുപ്പമാണെന്ന് തോന്നില്ല. നമ്മളെ റുബിക്സ് ക്യൂബ് ഒക്കെ ചെയ്യുന്നത് പോലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇത് റുബിക്സ് ക്യൂബ് സാധനം. അപ്പൊ പഴയ കാലത്ത് ഇത്ര എന്റർടൈൻമെന്റുകളൊക്കെ ഉണ്ടായിരുന്നു. കൊള്ളാലോ. ഇതാണ് റുബിക്സ് ക്യൂബ് മരം കൊണ്ടുണ്ടാക്കുന്നത്. 2 കളറാണ് വരുന്നത്. കൊള്ളാം. ഇതും 27 പീസാണ്, അതിലും 27 പീസാണ്. പക്ഷെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം? ഇനി ഇതൊന്നും തിരിച്ച് സെറ്റ് ഏടാകൂടം വേണ്ടായിരുന്നു. എന്നാലും ഒരു ഏടാകൂടം ഇല്ലാതെ പരിപാടി ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. ആ ചളി വൈശ് പറഞ്ഞ പോലെ ഇച്ചിരി പ്രശ്നമാവുന്നുണ്ട്. എന്നാലും നമുക്ക് കുഴപ്പമില്ല. നമുക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ പുരോഗമിക്കുന്നു. പ്രധാനപ്പെട്ട വേദിയിൽ ഒപ്പന നടന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് 1-ാം വേദിയിലേക്കൊന്ന് പോയാലോ? യെസ്. പ്രധാന വേദിക്ക് തൊട്ടു മുമ്പിൽ ഒപ്പനയുടെ താളം മുറുകുക. നമുക്കിവിടെ കാണികളൊക്കെ ഉണ്ട്. പുറത്തൊന്ന് ചോദിക്കാം. ചേട്ടാ, എങ്ങനെ ഒപ്പന മത്സരം കാണാൻ വന്നതാണോ? കലോത്സവങ്ങള് തുടർച്ചയായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. അതെ, എല്ലാ കലോത്സവത്തിനും വരും. 1997 ദർബാർ ഹാൾ ഗ്രൗണ്ടിലെ കലോത്സവം മുതൽ 2025 വരെ 27 കലോത്സവങ്ങള്. ആ കലോത്സവത്തിൽ മുഴുവൻ കാണാൻ വന്നിട്ടുണ്ട്. 27 കലോത്സവങ്ങൾ, 27 വർഷങ്ങൾ ഞാൻ ഈ കലോത്സവത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. എനിക്ക് അത്ര ആസ്വദിക്കാൻ അത്ര ഇഷ്ടമാണ്. കലോത്സവത്തെ ഇത്ര അധികം നെഞ്ചിലേറ്റിയ ഒരാൾ ഞാനായിരിക്കണം കേരളത്തിൽ. കാരണം ഈ കലോത്സവത്തിൽ വന്നിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ 97 മുതൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ ആരാണ് മത്സരിച്ചിരിക്കുന്നത്, അവരുടെ ഫസ്റ്റ് കിട്ടിയത് ആരാണ്, അവരുടെ ഐറ്റങ്ങൾ ഏതാണ്, ആരാണ് കലാതിലകമായത്, ഇതൊക്കെ കാണാതെ എനിക്കറിയാം. സത്യമായിട്ടും 2001 തൊടുപുഴയിൽ വെച്ചായിരുന്നു കലോത്സവം. അന്ന് അമ്പിളി ദേവി, നവ്യ നായരും മത്സരിച്ച കലോത്സവമാണ്. അമ്പിളി ദേവി ആയിരുന്നു കലാതിലകമായത്. നവ്യ നായർ പൊട്ടിക്കറിഞ്ഞ ഒരു കലോത്സവം. അമ്പിളി ദേവി ഭരതനാട്യത്തിൽ സദാശിവ ശങ്കര എന്ന് പറഞ്ഞ ശിവന്റെ ഒരു ഐറ്റമാണ് ചെയ്തത്. അതിന്നും എൻ്റെ മനസ്സിലുണ്ട്. 2007 കണ്ണൂരായിരുന്നു കലോത്സവം. 2007 ജാനറ്റ് ജെയിംസ് ആണ് ഭരതനാട്യത്തിലുള്ള 2011 ഞങ്ങളുടെ ജില്ല കോട്ടയത്തായിരുന്നു. 2011 ഹൈസ്കൂൾ ഭരതനാട്യം ഐശ്വര്യ രാജ വെള്ളത്താമര. 98 തിരുവനന്തപുരത്തായിരുന്നു. MN പത്മിനിയായിരുന്നു കലാതിലകം. 2010 കോഴിക്കോടായിരുന്നു. 2010 കോഴിക്കോട് മോഹിനിയാട്ടം ചെയ്തത് അർച്ചിത അനീഷ് മോഹിനിയാട്ടം. ഭരതനാട്യത്തിൽ വന്നിരിക്കുന്നത് ഐശ്വര്യ രാജ, ഓം എന്ന പ്രണവം ചെയ്ത കുട്ടി. ഒരു കലോത്സവ എൻസൈക്ലോപീഡിയാണ് നമ്മുടെ മുമ്പിൽ. ചേട്ടാ, പേര് പറഞ്ഞില്ല. അനന്ത് സുധീഷ്, കോട്ടയത്ത് വൈക്കത്താണ്. അതായത് കലോത്സവത്തെ ഇത്രയധികം നെഞ്ചിലേറ്റ്. ഞാൻ പറഞ്ഞില്ലേ, 27 വർഷം കലോത്സവം കണ്ടുപോകുക എന്നുള്ളതല്ല, ഈ കളിച്ച കുട്ടികൾ ആരൊക്കെയാണ്, ആ കുട്ടികളെ പഠിപ്പിച്ച ഐറ്റം ഏതാണ്, അവരുടെ ഡ്രസ്സ് ഏതാണ്, അവരുടെ കോഡ് നമ്പർ എത്രയാണ്, ഇതെല്ലാം കാണാതെ കലാതിലകങ്ങൾ 2005 വരെയുള്ള കലാതിലകങ്ങൾ ആരൊക്കെയായിരുന്നു, അതുവരെ മത്സരിച്ച ഐറ്റങ്ങൾ, പുതിയ ഐറ്റങ്ങൾ വന്നിരിക്കുന്നത്. നവ്യ നായർ 2001 11 മോഹിനിയാട്ടത്തില്. അറിയില്ല, തേരാപ്പാര നടക്കുമ്പോൾ പേരൊന്നും നവ്യ എന്നല്ല കേട്ടോ, വി ധന്യ എന്നായിരുന്നു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും കേട്ടോ, ഇങ്ങനെയും കലോത്സവത്തെ നെഞ്ചിലേറ്റിയ ആളുകൾ കുറവായിരിക്കും.
നമ്മള് ഇപ്പൊ ഒപ്പന നടക്കുകയാണ്. പക്ഷെ നമ്മൾ ആകർഷിച്ച ഒരു കാഴ്ച ഒപ്പന വേദിയിലല്ല. പുറത്ത് നമ്മൾ കണ്ടു അതെ, നമ്മളെ ഞെട്ടിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു മിടുക്കി ആ കാഴ്ച ഒന്ന് കാണേണ്ടതാ. നമുക്ക് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം അവൾ അതെ, അവളെ ഒപ്പനെ നമ്മൾ ആസ്വദിക്കട്ടെ, തടസ്സപ്പെടുത്തണ്ട. എന്റെ പൊന്നു കുഞ്ഞ് അടിപൊളി കേട്ടോ. ഞങ്ങള് വേദിയിലെ ഒപ്പനയൊന്നല്ല കണ്ടത്, കുഞ്ഞിന്റെ ഒപ്പനയാ കണ്ടത്. ആരെ ഇങ്ങനെ പഠിപ്പിച്ചത് ഒപ്പന? എന്താ പേര്? ഫിൽസ. വിൽസ. അയ്യോ, ഫിൽസ എന്ത് ഭംഗിയായിട്ടാ കളിച്ചത്. ഫിൽസക്ക് എങ്ങനെ പഠിച്ചു? ആര് പഠിപ്പിച്ചത്? മണവാട്ടിയെക്കാട്ട് നാടമാണ്. പക്ഷെ ഇല്ല, നമ്മളെ ക്യാമറ കണ്ടപ്പോഴേ അതുവരെ ഫുൾ ഓണായിരുന്നു. വിൽസ എത്ര നാടകാരില്ല, പക്ഷെ ഗംഭീരമായിട്ട് ഞങ്ങള് വേദിയില് ആളുകള് അവിടെ ഒപ്പന മത്സരം ഗംഭീരമായി നടക്കുമ്പം കാണികളുടെ ശ്രദ്ധ ഫിൽസക്കുട്ടിയിലേക്കായിരുന്നു. ഇവിടുന്നാണ് വരുന്നത്. ആലുവ. ഫിൽസയുടെ ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? ഇത്താത്തയുടെ ഒപ്പന കണ്ട് പഠിച്ചു വെച്ചിട്ട് ഇരിക്കുകയാണല്ലേ, എന്നിട്ടാ മിണ്ടാതിരിക്കുന്നേ. ഇത്താത്തയുടെ പേരെന്താ? ഫിൽസ പേര് വരെ മറന്നുപോയി. ഫാസിലത്തയുടെ ഒപ്പന കണ്ട് രസിച്ച് ഇവിടുന്ന് കളിച്ചോണ്ടിരിക്കുന്നു. നല്ല ഗംഭീരായിരുന്നു കേട്ടോ. സ്റ്റേജിൽ കയറി കളിച്ചിരുന്നെങ്കിൽ ഉറപ്പാ ഫസ്റ്റ് പ്രൈസ് അടിച്ചിങ് വരായിരുന്നു കേട്ടോ. അപ്പം ഫിൽസക്കുട്ടി മാത്രമല്ല, ഇവിടെ നോക്കിയ പ്രായഭേദമന്യേ നേരം നമ്മൾ സാധാരണ ഞങ്ങൾ രണ്ടാളും കോഴിക്കോട്ടുകാരാണ്. പക്ഷേ കോഴിക്കോടല്ല, തിരുവനന്തപുരത്തും ഒപ്പനയ്ക്ക് ഒപ്പനയ്ക്ക് നല്ല ഫാൻസ് ആണ്. നോക്കി രാവിലെ വേദി നിറഞ്ഞു. അതെ, വേദി നിറഞ്ഞ ഒരു ഒപ്പന പ്രകടനം. അപ്പൊ തിരുവനന്തപുരക്കാർക്കും ഒപ്പന വലിയ ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണെന്ന് തന്നെ തെളിയിച്ചതാ. വേദിയിലൊക്കെ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പൊ നമുക്കിനി തേരാപ്പാര തുടരാം. ഇനിയും വേദിക്കകത്തും പുറത്തുമുള്ള നിരവധി കാഴ്ചകൾ തേരാപ്പാരയിലൂടെ എത്തിക്കാം. ബൈ ബൈ.